നിലമ്പൂരിൽ തിരഞ്ഞെടുപ്പ് ചൂട് കടുക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ മറ്റെല്ലാവരെക്കാട്ടിലും ബഹുദൂരം മുന്നിലാണ് UDFിൻ്റെ പ്രവർത്തനങ്ങൾ എന്ന് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ UDF കൺവീനർ അടൂർ പ്രകാശ് MP നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നല്ല രീതിയിലാണ് പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അതോടൊപ്പം തന്നെ ഇതുവരെ NDAയ്ക്കും അതോടൊപ്പം തന്നെ LDFിനും ഒന്നും സ്ഥാനാർത്ഥികൾ പോലും ആയിട്ടില്ല. ഏത് രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ UDFിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്? ഇവിടെ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ നേതൃത്വം കൊടുക്കുകയാണ്. ആ ചിട്ടയോടുകൂടിയുള്ള പ്രവർത്തനം എന്ന് പറയുമ്പോൾ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്വീകരിക്കേണ്ടത് എന്തൊക്കെ, അത് ഏത് തരത്തിലായിരിക്കണം എന്നതിനെക്കുറിച്ച് വളരെ കാര്യമായി ആലോചിച്ചുകൊണ്ട് ഇപ്പോൾ തുടങ്ങിയതല്ല, വളരെ നേരത്തെ തന്നെ ഇവിടെ ഉപതെരഞ്ഞെടുപ്പ് വരും എന്നുള്ളത് കൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം അതിന് വേണ്ട തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ആ കോൺഗ്രസ് പ്രസ്ഥാനം തയ്യാറെടുപ്പ് നടത്തിക്കൊണ്ട് മുമ്പോട്ട് പോയ ഒരു ഘട്ടം അത് കഴിഞ്ഞ് ഇപ്പോഴാണ് ഈ അടുത്ത ദിവസമാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഞങ്ങൾ കൂട്ടായി ആലോചിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ആരായിരിക്കണം എന്ന് തീരുമാനം കൈക്കൊണ്ടു. ആ തീരുമാനം പ്രഖ്യാപിച്ചതിന് അത് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിക്ക് അത് അയച്ചു കൊടുക്കുകയും ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റി വളരെ വേഗത്തിൽ ഞങ്ങൾ കൊടുത്ത മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ തിരിച്ച് അത് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് തീരുമാനമെടുത്തുകൊണ്ട് ഞങ്ങളെ അറിയിക്കുകയുണ്ടായി. ആ തീരുമാനങ്ങൾ എടുത്തതനുസരിച്ചുള്ള പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. മാത്രമല്ല ഇനിയിപ്പോൾ ചിട്ടയായ പ്രവർത്തനങ്ങൾ, അതല്ലാതെ ഏതെങ്കിലും തരത്തിൽ പ്രവർത്തനങ്ങളുമായി പോകട്ടെ എന്നുള്ളത് നോക്കിയാൽ പറ്റില്ല. വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ ഈ വരുന്ന ദിവസങ്ങളിൽ നിലമ്പൂരിൽ കാഴ്ചവെക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ആ പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോവുകയാണ്. അതോടൊപ്പം തന്നെ കോൺഗ്രസിൽ വലിയൊരു അഴിച്ചുപണി നടന്നതിന് ശേഷം ഒരു തെരഞ്ഞെടുപ്പിനെ വരവേൽക്കുകയാണ്. എല്ലാവരും ഒറ്റക്കെട്ടായിട്ടുള്ള ഒരു പ്രവർത്തനങ്ങൾ തന്നെയാണ് നമുക്ക് നിലമ്പൂരിൽ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത്. അതോടൊപ്പം തന്നെ UDFിൽ ഇപ്പോൾ ഇന്നലെയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം ലീഗുമായും അതോടൊപ്പം തന്നെ UDFിൻ്റെ നേതൃയോഗങ്ങളെല്ലാം നടന്നു. അതോടൊപ്പം ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ പഞ്ചായത്ത് തല യോഗങ്ങളും എല്ലാം നടക്കാനിരിക്കുകയാണ്. ഇപ്പോൾ ഉള്ള പ്രവർത്തനങ്ങളിൽ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ ഒരു ഒത്തൊരുമ ഏത് രീതിയിലാണ് പോകുന്നത്? അല്ല, ഞാൻ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്, ഇവിടെ കോൺഗ്രസ് എന്നോ മുസ്ലിം ലീഗെന്നോ മറ്റ് ഘടകകക്ഷികളെന്നോ ഒരു ചിന്തയില്ല. ഇപ്പോൾ UDFിൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി എന്നുള്ള നിലയിൽ പ്രിയപ്പെട്ട ശ്രീ ആര്യാടൻ ഷൗക്കത്ത് അദ്ദേഹത്തെ സ്ഥാനാർത്ഥിയാക്കി. അപ്പോൾ സ്ഥാനാർത്ഥിയാക്കി നോമിനേഷൻ കൊടുക്കണം. ആ നോമിനേഷൻ തീയതികളും മറ്റും തീരുമാനം എടുത്തിട്ടില്ല. ആ തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ നടപടികളുമായി പോയി കഴിഞ്ഞാൽ ഇതിന് മറ്റ് വേർതിരിവൊന്നും ഉണ്ടാകത്തില്ല. എല്ലാവരും ഒന്നിച്ച് നിന്നുകൊണ്ട്, അത് എല്ലാ ഘടകകക്ഷികളും ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. ഞാനിവിടെ വന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ ഈ കാര്യത്തിൽ ഒന്നിച്ച് നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്ക് രൂപം കൊടുക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ 3.5 പതിറ്റാണ്ടോളം കാലം ഈ നിലമ്പൂർ മണ്ഡലത്തിൽ MLA ആയിട്ടുണ്ടായിരുന്ന ഒരാളാണ് ആര്യടൻ മുഹമ്മദ് സാഹിബ്. സ്വാഭാവികമായും അതിൻ്റെ ഒരു ഭരണ തുടർച്ച ആഗ്രഹിക്കുന്ന ആളുകളായിരിക്കില്ലേ ആര്യടൻ ഷൗക്കത്തുമായി ഇപ്പോൾ വലിയ പിന്തുണയോട് നിൽക്കുന്നത്? തീർച്ചയായിട്ടും ആര്യാടൻ മുഹമ്മദ് സാറിനെ സംബന്ധിച്ചിടത്തോളം ഞാനും ഈ വീട്ടിൽ വന്ന് എത്രയോ നാളുകൾ ഞങ്ങൾ ഒന്നിച്ച് MLAമാരായിരുന്നു. അതിനുശേഷം ഒന്നിച്ച് മന്ത്രിമാരായി ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയിലെ 2 മന്ത്രിസഭയിലും ഞങ്ങൾ ഒന്നിച്ച് മന്ത്രിമാരായി ഇരുന്നിട്ടുണ്ട്. ആ അവസരങ്ങളിലൊക്കെ ഈ വീട്ടിൽ പലപ്പോഴും എനിക്ക് എത്തിച്ചേരുവാനും ആര്യാടൻ സാറുമായിട്ട് ഉള്ള ബന്ധം പുലർത്തിക്കൊണ്ട് അദ്ദേഹം മരിക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് അദ്ദേഹത്തെ നേരിട്ട് കണ്ട് അദ്ദേഹത്തോടൊപ്പം ഭക്ഷണം കഴിച്ചിട്ട് പോയ ഒരാളാണ്. അപ്പം ഈ വീടുമായിട്ടുള്ള ഒരു ബന്ധം എന്ന് പറയുന്നത് ഒരു കുടുംബപരമായിട്ടുള്ള ഞങ്ങളുടെ ഒരു ബന്ധമാണ്. അത് തീർച്ചയായിട്ടും അത് തുടർന്നും അത് പുലർത്തിക്കൊണ്ടു പോകാം. അത് മാത്രമല്ല, ആര്യാടൻ സാറിന് ഇവിടെ കിട്ടിയിരുന്ന ഒരു അക്സെപ്റ്റൻസ് അത് വീണ്ടെടുക്കുവാൻ വേണ്ടിയാണ് അദ്ദേഹത്തിൻ്റെ പുത്രൻ ശ്രീ ആര്യാടൻ ഷൗക്കത്ത്